بسم الله الرحمن الرحيم ذلك بأن الله هو الحق وأن ما يدعون من دونه باطل وأن الله هو العلي الكبير. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തി ജീവിക്കണമേ എന്നും സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാതൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു വന്നതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടിയാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്തു സുമർ, ആ അധ്യായം അവതരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്ത് നടത്തുന്ന ആദ്യ കാലഘട്ടത്തിലാണ്. ഈ സൂറത്തിന്റെ അവതരണം നടന്നതിനു ശേഷമാണ് കുറച്ച് സ്വഹാബിമാർ എത്യോപ്യയിലേക്ക് ഹിജറ പോകുന്നത്. ആ സ്വഹാബിമാരുടെ ജീവിതത്തിൽ ആ ഒരു അധ്യായം തന്നെ ധാരാളമാണ്. ഒരിക്കലും ശിർക്കിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ മാത്രം പരിപൂർണമായി കൊണ്ട് തന്നെ വളരെ കാര്യഗൗരവത്തോടു കൂടിയാണ് ഓരോ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പഠിപ്പിച്ചത്. ഈ ഒരു അധ്യായത്തിൽ ധാരാളം ആയത്തുകൾ നമുക്കും നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിനും ഒരിക്കലും അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള ചോദ്യമോ യാചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഭവ്യതയോ ഒരു ഷിയാറ് പോലും ഒരു അടയാളം പോലും അത്തരം കേന്ദ്രങ്ങളിൽ ഒരിക്കലും നമ്മൾ ചെയ്യുകയില്ല. ഈ അധ്യായത്തിലെ ആയത്തുകൾ നമ്മളെ സ്വാധീനിച്ചാൽ നമ്മൾ പലപ്പോഴായി കേട്ട ഒരു സംഭവമാണ്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നജാഷിയുടെ രാജ്യത്തേക്ക് ചെന്ന ആ വിശ്വാസികളായ ആളുകളെ, റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കളെ, മക്കയിൽ അവർക്ക് പുറത്തിറങ്ങിയാൽ പീഡനമാണ്, കാണുന്നിടത്ത് മുഴുവനും അടിയാണ്, ശക്തമായിട്ടുള്ള ശാരീരിക പീഡനം സഹിക്കവയ്യാതെ ആയപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ഇത് കാണുകയാണല്ലോ നേർക്ക് നേരെ. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട്, മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിച്ചു എന്നതുകൊണ്ട് പിറന്ന രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവർക്ക് മേൽ വന്നപ്പോൾ റസൂലുള്ളാഹി അവരോട് പറയണം, നിങ്ങൾ കുറച്ച് ആൾക്കാര് പോയിക്കോളി നജാഷിന്റെ രാജ്യത്തേക്ക്. അപ്പൊ ആ പോകുന്ന ആളുകൾക്ക് സൂറത്തു സുമറിലെ ആ അധ്യാപനം അവർക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നജാഷിയുടെ കൊട്ടാരത്തിൽ മക്കയിൽ നിന്ന് വന്ന ഈ സ്വഹാബിമാരെ വിളിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മക്കയിൽ നിന്ന് നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്ന മുശ്രിക്കുകളായ ആളുകൾ, മക്കയിൽ നിന്ന് പോയ ആളുകളെ തിരിച്ചു മക്കയിലേക്ക് തന്നെ
എത്തിക്കുവാൻ വേണ്ടി നജാഷിയെ കാണാൻ പോയ മുശ്രിക്കുകൾ അവർ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നജാഷിയോട്. മക്കയിൽ ഒരുപാട് ഫിത്ന ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർ ഇവിടെയും ഫിത്ന ഉണ്ടാക്കും, ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അവരെത്രയും പെട്ടെന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. ആ രാജ്യത്ത് ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്നെ എന്തിനാ ആ രാജ്യത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നത്? അപ്പൊ എന്താണ് അവരുണ്ടാക്കിയ ഫിത്ന എന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു, അവിടെ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഐക്യം തകർത്തു, ഞങ്ങൾ ആരാധിച്ചിരുന്നതിനൊക്കെ ആരാധ്യരല്ലാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നജാഷിയോട് കുറെ കാര്യങ്ങൾ. അപ്പോഴാ നജാഷി ആ ആളുകളെ, മക്കയിൽ നിന്ന് വന്ന ആളുകളെ നേരെ വിളിക്കുകയാണ്. ഇവര് പറഞ്ഞു മാത്രം കേട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. റസൂൽ പോകുമ്പോ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു, നജാഷി മാന്യനായ ഭരണാധികാരിയാണ്. അതൊരു വല്ലാത്ത അത്ഭുതം. റസൂലിനെ കണ്ടിട്ടൊന്നുമില്ല നജാഷിനെ. നജാഷി റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ലോകത്ത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിൽ വിശ്വസിച്ച് ആ റസൂലുള്ളാഹിയെ കാണാൻ സാധിക്കാതെ മരിച്ചുപോയ മഹാന്മാരിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് നജാഷി. ആ നജാഷിക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി മക്കയിൽ നജാഷിയുടെ മരണവിവരം പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കയിൽ നിന്ന് വന്ന വിശ്വാസികളായ ആളുകളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്നാണ് നിങ്ങളുടെ നാട്ടുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയും നിങ്ങളെ കുഴപ്പമുണ്ടാക്കുമോ എന്ന് ചോദിക്കാൻ ആ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോ അവർ നേരെ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലേക്ക് നേരിട്ട് തല ഉയർത്തിങ്ങനെ വന്നു. അവിടേക്ക് കയറി വരുന്നവരൊക്കെയും ആ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ ഒന്ന് വണക്കം കാണിക്കുക എന്നത് അവിടുത്തെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അവരാ വണക്കം കാണിക്കാതെ കയറി വന്നപ്പോൾ തന്നെ മുശ്രിക്കുകളായ ആളുകൾക്ക് സന്തോഷമായി. ഈ ഒരൊറ്റ കാരണം മതി ഇവരെ രാജ്യത്ത് പറഞ്ഞേക്കാൻ. അപ്പൊ നജാഷി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ കയറി വരുമ്പോൾ തലകുനിക്കാതെ കയറി വന്നതെന്ന് ചോദിക്കുന്നു. അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തലകുനിക്കാത്ത ഒന്നും ഇവിടെ ബാക്കിയുണ്ടായിട്ടില്ല. കാണുന്നതിന് മുമ്പിൽ മുഴുവനും ഞങ്ങൾ അട്ടാംഗം ചെയ്തിരുന്ന ആളുകളാണ്, നമിച്ചിരുന്നവരാണ്, ആരാധിച്ചിരുന്നവരാണ്, ഭയപ്പെട്ടിരുന്നവരാണ്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അല്ലാഹുവിന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് വന്നു ചേർന്നതിനു ശേഷം, അത് പഠിച്ചതിനു ശേഷം ഞങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ആ ഒരു തലകുനിക്കൽ നിങ്ങൾ നടത്തിയിട്ടില്ല, ഇന്നത് നടത്തുകയും ഇല്ല. ഞാൻ ആ ചരിത്രം അവിടെ അങ്ങനെയാണ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അവർക്കത് പറയാനുള്ള ചങ്കുറപ്പ്, തലയുയർത്തിപ്പിടിക്കുവാനുള്ള ആർജവം ലഭിച്ചത് സൂറത്തു സുമറിലെ ആയത്തുകളാണ് എന്നത് ഉറപ്പാണ്. അവരുടെ പാരായണം അവിടെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അധ്യായം എന്ന നിലയിൽ ആ അധ്യായം മതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ പരിപൂർണമായിട്ട് ശക്തമായിട്ട് പിടിച്ചു നിർത്താൻ. പക്ഷെ എന്തോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൂറത്തു സുമറിലെ ഒരൊറ്റ ആയത്തുകളും ഇവിടുത്തെ വിശ്വാസികളെ പഠിപ്പിക്കുക എന്നത് ഇവിടുത്തെ നമ്മുടെ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരൊരിക്കലും അതിലെ ആയത്തുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ഏതെങ്കിലും സദസ്സുകളിൽ അത് ഓതി കേൾപ്പിക്കുകയോ ചെയ്യുകയില്ല. കാരണം അത് കേട്ട് മനസ്സിലാക്കുന്ന ഒരുത്തരും ഈ രാജ്യത്തുള്ള ഒരൊറ്റ ദർഗയിലേക്കും പിന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ, ആഗ്രഹ സഫലീകരണങ്ങൾ, രോഗമുക്തി, അതുപോലെയുള്ള ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ, ഇതിനു വേണ്ടിയൊന്നും പിന്നെ ഒരൊറ്റ ദർഗയിലേക്കും സൂറത്ത് സുമറിലെ ആയത്തുകൾ കേട്ട മനസ്സിലാക്കിയ ഒരാളും പിന്നെ പോകൂല. അത്ര വൃത്തിയായിട്ട്, അത്ര സുന്ദരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം 39-ാമത്തെ വചനത്തിലെ 39-ാം അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമായിരുന്നു ഇന്നത്തെ ഖുതുബയിലെ മുഖ്യമായ പ്രധാനമായ അതിന്റെ കഴമ്പ്, അതിന്റെ വിഷയം. ഇത് നമ്മൾ കേൾക്കാത്തവരല്ല, ധാരാളം കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ
ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ തകിടം മറിച്ച് സൃഷ്ടികളെ തന്നെ ആരാധ്യന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തുകൾ വീണ്ടും വീണ്ടും വായിക്കുവാനും വീണ്ടും വീണ്ടും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾക്ക് പ്രചോദനമാകുന്നു എന്നതാണ് അതിന്റെ പ്രധാന കാരണം. 38-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി ചോദിക്കുകയാണ്. ആദ്യമായിട്ട് അവരോട് ചോദിക്കുന്നത്, നബിയോട് പറയണം, നബിയെ അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ അവരെന്ന് പറയും, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കാത്ത ആ ജനത അവർ പറയുമ്പോൾ അല്ലാഹു തന്നെയാണ് എന്ന്. ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ ഉസ്താദുമാർ അംഗീകരിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. ഈ ഖുർആനിന്റെ ഈ വർത്തമാനം കേരളത്തിലെ സമസ്തയിലെ ഉസ്താദുമാർ അംഗീകരിക്കുന്നേ ഇല്ല. അവർ പറയുന്നത് റസൂലുള്ളാഹിയുടെ മുമ്പിലുണ്ടായിരുന്ന ജനത അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അല്ലാഹുവിനെ അവർ അറിഞ്ഞിരുന്നില്ല. അവർ സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ഒരു ആരാധ്യനായിരുന്നു അല്ലാഹു എന്നാണ് പറയുന്നത്. അവരുടെ സങ്കല്പത്തിലെ ഒരു അള്ളാഹിനെ കുറിച്ച് ചോദിക്കാൻ അല്ലാഹു നബിയോട് പറയും, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള അള്ളാഹിന്റെ വിശേഷണമാണോ ആകാശങ്ങളും ഭൂമി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള അള്ളാഹുവാണെന്ന് പറഞ്ഞത് ശരിയാവോ? അങ്ങനെ സങ്കല്പത്തിൽ അള്ളാഹുവിനെയാണോ ഇവിടെ പറഞ്ഞത്? ഒരിക്കലുമല്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് ആരാണ് ഖാലിഖ് എന്നതിൽ സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാ പഠിച്ചത് അത് പറയാം. അപ്പൊ അവർ പറയുന്ന മറുപടി അവർ പറയും അല്ലാഹുവാണ് എന്ന്. ഉറപ്പിച്ചല്ലോ, അവർക്ക് പിന്നെ സംശയമില്ല എന്ന് ഉറപ്പായല്ലോ. അവർ അല്ലാഹുവാണ് എന്ന് പറയും. അപ്പൊ പറയാ നബി, അങ്ങനെ പറയുന്ന ജനതയോട് ചോദിക്കൂ, നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹു വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ വിട്ട് അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരോട് ചോദിക്കുക, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിൽ ആരൊക്കെയുണ്ട്? ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, ഹുബലുണ്ട്, ഒത്തുണ്ട്, സുവാഹുണ്ട്, യഹൂദ, നസ്ര, അങ്ങനെ പോലത്തെ അവരുടെ അല്ലാഹുവിന് പുറമെ മഹാന്മാരെന്ന് അവർ വിശ്വസിച്ച മുഴുവൻ ആളുകളുണ്ട്. ഇവരൊക്കെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. എന്താ ചിന്തിക്കേണ്ടത്? എന്താണ് അവരെ കുറിച്ച്, അവരെ അല്ലാഹുവിന് പുറമെ നിങ്ങളെ വിളിച്ചു തേടുന്ന ആളുകളെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കേണ്ടത്? ഇൻ അറാദനി അല്ലാഹു ബിദുർരി ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മതി ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി. നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണം, ദുരിതങ്ങൾ, അവ ഒഴിവാക്കി തരാൻ, അവയിൽ നിന്ന് രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ വിളിച്ചു തേടുന്ന ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യം എത്ര പ്രസക്തമാണ്. എന്തിനാ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നത്? ദുരിതങ്ങൾ മാറിക്കിട്ടാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, സാഹചര്യങ്ങൾ വിശാലമാവാൻ, രോഗങ്ങൾ ശിഫയാവാൻ. അല്ലെ, നമ്മുടെ നാട്ടില് ധാരാളം ദർഗകളിലേക്ക് സിയാറത്തിനായിട്ട് ബസ്സിൽ ഇങ്ങനെ ആളുകൾ പോകുന്നുണ്ടല്ലോ, നമുക്കറിയാലോ. ഒരു കാലഘട്ടത്തിൽ അവരോടൊപ്പം യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ 100% സംശയമില്ലാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും, ഓരോ ദർഗയിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചോദിക്കേണ്ടുന്ന, അവിടെ പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മക്കളുണ്ടാവാൻ, മക്കൾക്ക് വേണ്ടി, വിദേശ യാത്രക്ക്, അന്നൊക്കെ വിസ കിട്ടാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ വിസ കിട്ടാൻ, പാസ്പോർട്ട് ശരിയാവാൻ, രോഗങ്ങൾ, ഒരുപാട് ചികിത്സ, രോഗങ്ങളിൽ നിന്ന് ശിഫ കിട്ടാൻ, അങ്ങനെ മനുഷ്യന്റെ ഭൗതികമായ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കു വേണ്ടി പല ദർഗകളെ
സമീപിച്ച് ആ ദർഗയിൽ കിടക്കുന്ന ആളുകളോട് ദുആ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന പരീക്ഷണം എന്ന നിലയിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന ദുരിതങ്ങളൊക്കെയും മാറ്റിത്തരാൻ ഇവർ പ്രാപ്തരാണോ എന്ന്. അവർ പ്രാപ്തരാണോ? അല്ലാഹു പറയുന്നത് അവർ പ്രാപ്തരാണെന്ന് അല്ല. അതിലൊന്നും അവരെ കൊണ്ട് കഴിയില്ല. ഈ ആയത്ത് പിന്നെ സമസ്ത ഉസ്താദന്മാർ ആൾക്കാർ മുമ്പിൽ ഓതും. എന്തുകൊണ്ടാണ് അവർ ഓതാത്തത്? ഇത് ഓതിയാൽ പിന്നെ എങ്ങനെ ഉറൂസ് നടക്കുക? ഇത് ഓതിയാൽ പിന്നെ എങ്ങനെ നേർച്ച നടക്കുക? ഇപ്പൊ നേർച്ചയുടെ കാലമാണ്. പുത്തമ്പള്ളി ദർഗയുടെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഴ്ച. ഒരാൾക്ക് വോട്ട് ചെയ്യാൻ, ആ കമ്മിറ്റിയിലെ ഓരോ മെമ്പർമാർക്കും വോട്ട് ചെയ്യാൻ ഓരോ മെമ്പർമാരും അവരവരുടെ വാർഡിലെ ജനങ്ങളെ ചെന്ന് കണ്ട് എന്താണോ വേണ്ടത് അതൊക്കെ കൊടുക്കും. പണമാണോ? എന്തിന്? പുത്തമ്പള്ളി ജാറ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു മെമ്പർ ആവാൻ എത്ര പണമാണെങ്കിലും ചെലവഴിക്കും, എന്തു പണിയും കൊടുക്കും. എങ്ങനെങ്കിലും ആ ജാറ കമ്മിറ്റിയിൽ ഒരു ടേംസ് അതിന്റെ മെമ്പറായാൽ അവന് കോടികൾ സമ്പാദിക്കാം. അല്ലാണ്ട് ഇതിനെ അവിടെ പരിപാലിക്കാനോ അത് വേറെ. അങ്ങനെ ഇപ്പൊ പുതിയൊരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. അവര് നിലവിൽ വന്നപ്പോ പറയാ, കഴിഞ്ഞ കമ്മിറ്റി കോടികൾ കടം വരുത്തി വെച്ചിട്ടുണ്ട് നിറകന്റെ പേരിൽ. കോടികൾ കടത്തിലാണെന്ന് പുത്തമ്പള്ളി നിറക കോടികൾ കടത്തിലാണെന്ന പുതിയ കമ്മിറ്റിയുടെ പ്രസ്താവന. അല്ല കൂട്ടരെ, നിങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അകറ്റാൻ നിങ്ങൾ പുത്തമ്പള്ളിക്ക് ചെന്നിട്ട് അവിടെ കിടക്കുന്ന ആളോടല്ലേ നിങ്ങൾ പറയുന്നത് പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. മൂപ്പര് തന്നെ നിറക കോടിക്കണക്കിന് ഒപ്പിച്ച് കടത്തിലാണെന്നുണ്ടെങ്കിൽ മൂപ്പര് വളരെ വീക്കാണല്ലോ, പറ്റ വീക്കാണല്ലോ. എങ്ങനെ കോടികൾ കടന്നു വന്നത് ഇത് ചോദിക്കും ആളുകൾ. എന്നിട്ട് ആ ദർഗ കമ്മിറ്റി നേർച്ചപ്പോ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടോ? ഇന്നലെ മുതൽ 1-ാം തീയതി വരെയാണ് നേർച്ച. അപ്പൊ അതിലേക്ക് അരി വെച്ചു കൊടുക്കാനുള്ള പണം പോലും ദർഗ കമ്മിറ്റിയിലില്ല, ചോറ് വെച്ചു കൊടുക്കാനുള്ള. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ദർഗയിലേക്ക് നേർച്ച നടത്താനുള്ള അരി ഓരോരുത്തരും ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പൊ ഓരോരുത്തരും മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ 10 ചാക്ക് അരി, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നേർച്ചയാണ്. എന്താണ് നേർച്ച എന്ന് പോലും മുസ്ലിം മതം പഠിപ്പിച്ചില്ല. ഇങ്ങനെ നേർച്ച ഇസ്ലാമിലുണ്ടോ? മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ 10 ചാക്ക് അരിന്റെ മൂപ്പര് സന്തോഷം കിട്ടാൻ, സാമീപ്യം കിട്ടാൻ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടാൻ ആ നേർച്ച തന്നെ ശിർക്ക്, 1-ാം നമ്പർ ശിർക്ക്. ആ ശിർക്കിലേക്ക് ദർഗാ കമ്മിറ്റിയുടെ ആളുകളോട് പറയാം, നിങ്ങൾ തരീട്ടോ 10 ചാക്ക് അരി. അവിടുത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ മുഖ്യനായ ഒരു വ്യാപാരിയാണത്രേ. അവിടെ ചെമ്പുകളുടെ എത്ര ചെമ്പ് വേണം, ചെമ്പിന്റെ മുഴുവൻ വാടകയും അതിലേക്ക് എത്രയോ ചക്ക അരിയും. ആ സഹോദരനാണെങ്കിൽ വൈറു മുസ്ലിമാണ് എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ നേർച്ചകൾ നടക്കുക. എന്തിനാ നേർച്ച? നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടാൻ. അള്ളാഹ് ചോദിക്കുക, അല്ലാഹുവിന് പുറമെ നിങ്ങളെ വിളിച്ച് നേടുന്ന, നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഇവരാരെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ? ഇതിനാണ് ഉത്തരം പറയേണ്ടത്. ഈ കാലഘട്ടത്തിലാണ് ഉത്തരം പറയേണ്ടത്. ഇവിടുത്തെ സമസ്തയിലെ ഉസ്താദുമാരെ ഉത്തരം പറയേണ്ടത്. അവര് പറയണം പരിഹാരം ആണോ. അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹിനോടുള്ള മറുപടി ഖുർആനിലെ ആയത്തിൽ ഞങ്ങൾക്ക് ഇവരൊക്കെ പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബോധ്യപ്പെടും ഇവരാരാണ്. അല്ല, ഇവര് പരിഹാരം ഇല്ല എന്ന് പറഞ്ഞാലോ പിന്നെ ചില ഓരോരുത്തർക്ക് പോകണം. വല്ലാത്ത ഒരു അത്ഭുതകരമായ ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ചോദിക്കാൻ നബിയെ അവരോട് ചോദിക്കുമെങ്കിൽ അല്ലാഹുവാണ് ഖാലിഖ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അള്ളയാണെന്ന് പറയുന്ന അവരോട് നിങ്ങൾ ചോദിക്കൂ, അല്ലാഹുവിനെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് വല്ല വിപത്തും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചുവെങ്കിൽ അവർക്ക്, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആ വിപത്ത് തട്ടി മാറ്റാനാകുമോ? എന്തിനാ സിയാറത്ത് ടൂറ്? എന്തിനാ സിയാറത്ത് ചെയ്യുന്നത്? എല്ലാ പ്രശ്നങ്ങളൊക്കെ, എല്ലാ കെട്ടുമുട്ടും ഒഴിവായി കിട്ടാൻ. അല്ലേ? ഒഴിവായി കിട്ടുമോ? കിട്ടൂല എന്നല്ല പറയാ, കിട്ടുന്ന ഉസ്താദന്മാരും പറയാം. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് പറയാം, ഇനി അതല്ല
അല്ലാഹുവല്ല, അവന്റെ വല്ല അനുഗ്രഹങ്ങളും, അവൻ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹമാണ് ഉദ്ദേശിച്ചാൽ ഈ പറയപ്പെടുന്ന നിങ്ങൾ വിളിച്ചു നേടുന്ന ഈ മഹാന്മാർക്കാരെങ്കിലും ആ അനുഗ്രഹത്തെ തകയിച്ചു വെക്കാൻ കഴിവുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ വിളിച്ചു നേടുന്നവർക്ക് ഒന്നും തന്നെ ഒരു നിലക്കും ഇടപെടാനുള്ള കഴിവില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ടാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞത്, ഞങ്ങൾ തലകുനിക്കാത്ത ഒന്നും ബാക്കിയില്ല. മരത്തിനു മുമ്പിൽ തലകുനിച്ചവരാ, കല്ലിനു മുമ്പിൽ നമിച്ചവരാ, പലരെയും ഞങ്ങൾ വണങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും അവർക്കില്ല, അല്ലാഹുവിന് മാത്രമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ ഒരുത്തന്റെ മുമ്പിൽ തല ഞങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം അത്ഭുതകരമാണ് സ്വഹാബികളുടെ ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഖുൽ പറയണം, ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. പറയണം, എന്താ പറയേണ്ടത്? നിങ്ങൾ എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, അല്ലാഹു എനിക്ക് മതി. പരമേൽപ്പിക്കുന്നവരൊക്കെയും അവനിൽ പരമേൽപ്പിക്കട്ടെ. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ജാലങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേ അല്ല. നമ്മുടെ ദുരിതങ്ങൾ മാറ്റിത്തരുവാൻ അവയിൽ കിടക്കുന്ന ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. കഴിയുമെന്ന് വാദമുണ്ടെങ്കിൽ ഈ ആയത്തിന് നിഷേധിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ രണ്ടായത്ത് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് 38ാമത്തെ ആയത്താണെങ്കിൽ ആ സൂറത്ത് സുമറിൽ തന്നെ അതിന്റെ 36ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോലെ അവന്റെ അടിമക്ക് അല്ലാഹു മതി എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മറുപടി പറയാ? മർദ്ദങ്ങളും ബദരീകളും മലീഷേഖും സിഎമ്മും ഒച്ചറപ്പാപ്പയും മലപ്പത്ത അവരും പുത്തമ്പള്ളിയിലെ മുപ്പരും ഇവരൊക്കെ അങ്ങനെ കൂടെ ഉണ്ടാകണമല്ല. എന്നാ ഒരു എന്താ പറയാ, എന്നാ പിന്നെ ഒരു സമാധാനം, ഒരു സന്തോഷം അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരക്കടില്ല. അല്ലാതെ അല്ലാഹു മാത്രം എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പുണ്ട് കിട്ടണില്ല. ബേജാറാണ്. ഈ ഇവരൊക്കെ വിത്തുകൾ തട്ടിപ്പോവോ? ഈ കിടക്കുന്നവരൊന്നും മോശക്കാരല്ല, ഇവരൊക്കെ വലിയ മഹാന്മാരല്ലേ. ഇവരെ പാടെ കൈവിട്ട് കഴിഞ്ഞാൽ അവരുടെ കുരുത്തങ്ങളുണ്ടാവോ എന്നൊരു പേടി. അല്ലാഹു പറയാ, അങ്ങനെ പേടിക്കണ്ടോ, അങ്ങനെ പേടിക്കണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ എന്നിട്ട് അല്ലാഹു പറയാ, വയുഖവ്വിഫൂനക ബിൽലദീന മിൻ ദൂനിഹി. അല്ലാഹു മതി എന്ന് പറയുന്നവരോട് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹു മാത്രം മതി എന്ന് പറഞ്ഞ് എന്നിട്ട് ആലോചിച്ചോ പേടിച്ചോ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ വരും പലരും. അനക്ക് കിട്ടിക്കോളും, അനക്കതിനുള്ള വഴി കണ്ടോളും. എന്റെ നാട്ടിൽ ബീരാഞ്ചിറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, എന്റെ തൊട്ടടുത്ത മഹല്ല. അവിടെ ഒരു ഉപ്പാപ്പാന്റെ ദർഗുണ്ട്, ബീരാൻ പാപ്പ എന്ന് പറയുന്ന ഒരാളെ ദർഗുണ്ടാവും. ആ ദർഗ അതൊന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മഹല്ല് കമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഖത്തറിലേക്ക് ഒരു കത്ത് എഴുതി. ഞാൻ ഖത്തറിലുള്ള സമയത്താണ്. എന്റെ സഹോദരനടക്കം, മുസാഫയുടെ മകനടക്കം, വേണ്ടപ്പെട്ട കുടുംബക്കാരടക്കമുള്ള അങ്ങനത്തെ ഒരു ടീമിലേക്കാണ് കത്ത് എഴുതിയത്. എന്തിനാണെന്നറിയോ? ആ ദർഗ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ പൊളിച്ചടിക്ക് കിടക്കുകയാണ്. അതൊന്നുകൂടി ഉഷാറാക്കി കഴിഞ്ഞാൽ, നേർച്ച കാര്യങ്ങൾ ഉഷാറാക്കിയ പള്ളിക്ക് എന്തെങ്കിലും ഒരു വരുമാനം അതുകൊണ്ട് കൂടുതൽ കിട്ടും. ഇങ്ങനെയാണ് കത്തിട്ടോ. എഴുതിയ ആളൊന്നും ഹയാത്തിലില്ല, എഴുതിയ ആൾ മരിച്ചു പോയിക്കണം. എന്റെ റിലേഷനിൽപ്പെട്ട ഒരാളെന്നെയാണ്. പക്ഷെ കത്ത് വായിച്ച ആളുകൾ, കത്ത് കിട്ടിയ ആളുകൾ എല്ലാവരും ഹയാത്തിലുണ്ട്. അന്ന് അദ്ദേഹം അതിന്റെ പോലീസൊക്കെ പറഞ്ഞ് കത്തെഴുതി. പിന്നീട് അദ്ദേഹം മല്ല കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പോലീസ് ഇല്ല അവിടെ, അത് വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു പാപ്പയാണ്, അല്ലാണ്ട് ഒന്നും ഇല്ലാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, അതിനെ കളിയാക്കിയ ഒരാളെ, അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലെ പ്രസവിക്കാൻ പ്രായമായ ഒരു പശുവിനെ കൊന്നു. ഒരു പശുവിനെ കൊന്നു.
എന്നിട്ട് പറഞ്ഞു പാപ്പാനെ കളിയാക്കിയതിന് കിട്ടിയ ഗുരുത്തക്കേടാണ്. ആരെ കൊന്നത്? പാപ്പയെ കൊന്നത് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊന്ന ആളൊക്കെ അദ്ദേഹം ശരിക്കറിയാതെ കൊന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ, അതിന്റെ ദുരന്തം നിനക്ക് കാണും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. ഇതൊന്നും നടക്കുന്നില്ലേ? ഇത് നടക്കുന്നില്ലേ? അള്ളാഹ് പറയും ഓരങ്ങനെ പേടിപ്പിക്കുന്നവരാണ്. ഓരോരുത്തരാകുള്ളത് അതാണ്. അവരെ പേടിപ്പിക്കുവര്. അതിലേക്ക് പേടിക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞത് സൂറത്ത് സുമർ ശരിക്കും നമ്മൾ ഒരു 2-3 ആവർത്തി ഒന്ന് ഓതി അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കൂട്ടരെ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അയൽവാസികളായ നമ്മുടെ മഹല്ലിലെ ഒരുപാട് സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഈ ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നതാണ് സത്യം, അതാണ് ഖുർആനിന്റെ നിർദ്ദേശം, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഭയപ്പെടുന്നത് ആരെന്നറിയോ? മഹല്ല് കമ്മിറ്റിക്കാരെ. ഖബർസ്ഥാൻ എന്താവും? മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, മോന്റെ നിക്കാഹ് നടക്കാണ്ട്, ഞാൻ ഈ കാര്യം പറഞ്ഞു വന്ന മഹല്ല് കമ്മിറ്റിക്കാർ ഇതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊരു ഭയപ്പാട് മാത്രമാണ് ഹക്കിലേക്ക് അവർ കാർച്ചവത്തോടുകൂടി വരാനുള്ള ഒരു തടസ്സം. ആ തടസ്സം അവർക്ക് നീങ്ങി കിട്ടണോ? സൂറത്ത് സുമർ ഒരു 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ വായിക്കും. എല്ലാ തടസ്സവും പോകും. യുഹൗഫൂനക്കാന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെയാണ് പേടിപ്പിക്കുക. അപ്പൊ അവിടെയാണല്ലേ ഇടയ്ക്ക് ചുമ്മാപ്പൊക്കെ അങ്ങനെ പോണില്ലേ? നമുക്ക് കല്യാണത്തിന് വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാവും കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും കേട്ടോ. പേടിപ്പിക്കുക. അല്ലാഹ് പറയാ എനിക്കെന്റെ അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിച്ച് ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് നിൽക്കുന്നവരുടെ പിന്നിൽ വന്നിട്ട് അവർ ചെയ്യുന്ന പണിയാണ് അള്ളാഹ് പുറമുള്ളവരൊക്കെ നമ്മൾ ഇനി അടുത്ത മൗലൂദ് നമ്മളില്ലട്ടോ, എനിക്ക് അള്ളാഹ് മതി, അള്ളാഹ് പഠിപ്പിക്കാത്ത ഒരു പാട്ടും ഒരു ബെയ്ത്തും എനിക്ക് വേണ്ട. നീ റബീഉൽ അവ്വൽ മാസമൊക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാ ശുർക്കും പാട്ടും ഒക്കെ പൊടി തട്ടി ഉഷാറാക്കാൻ പോവാ. അപ്പോ അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, അപ്പൊ എനിക്ക് പ്രശ്നമല്ല, മതി അനുഭവിച്ചോളും. പേടിപ്പിക്കൽ, ഈ പേടിപ്പിക്കൽ ഉണ്ടാവും അള്ളാഹ് പറഞ്ഞു തരുമ്പോ പിന്നെ നമ്മളെങ്ങനെ പേടിക്കാൻ? റബ്ബ് പറഞ്ഞത് സത്യമാണോ? അല്ലേ? അള്ളാഹ് പറഞ്ഞത് എത്ര പേർ സത്യമാണ് എന്ന് അള്ളാഹ് പറയാ. അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ അവനെ നേർവഴിയിലാക്കാൻ മറ്റാർക്കും ആവില്ല. സ്വയം വഴികേടിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ വഴിയിലേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവില്ല. അവര് സ്വന്തം തോന്നണം ഈ കാര്യം. അതെങ്ങനെ തോന്നുക? ഖുർആൻ ഓതുമ്പോൾ തോന്നും. ധാരാളം ആളുകൾ ഖുർആൻ വായിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഈ പ്രത്യേക ഈ കാലഘട്ടത്തിൽ പള്ളികളുടെ മിനാരങ്ങൾ തച്ചടക്കണം, സ്ത്രീകളുടെ വസ്ത്രം ഈ തരത്തിൽ മറച്ച് പോകുന്നത് നിർത്തണം എന്ന് പറഞ്ഞൊരു യൂറോപ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ ഓർമ്മയിലില്ല. ശക്തമായ ഇസ്ലാം എന്നാൽ വിഷമാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കിതാബിൽ തന്നെ മുമ്പ് എഴുതിയത്. ഇസ്ലാം വിഷമാണെന്ന അദ്ദേഹം ഖുർആൻ വായനക്കെടുത്തു, വിമർശിക്കാൻ വേണ്ടി വായനക്കെടുത്തതാ. അദ്ദേഹം പറയാ പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ശത്രു ഇസ്ലാമിലേക്ക് വന്നു. എന്തുകൊണ്ടാ? ഖുർആൻ വായിച്ചതുകൊണ്ട്. ഖുർആൻ വായിച്ചപ്പോ അതിന്റെ അർത്ഥം മനസ്സിലായപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ സട്ടാവിന് പറയാനുള്ള വർത്തമാനം എന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഴുവൻ വാശിയും അദ്ദേഹത്തിന്റെ എല്ലാ വെറുപ്പും അവസാനിച്ചു. ആർജവത്തോടുകൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് ഇപ്പോൾ വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കും എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, എല്ലാ അന്ധവിശ്വാസങ്ങളും രക്ഷപ്പെട്ടു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല ദൃഢമായ ഈമാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ അറിഞ്ഞു വായിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله സഹോദരങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ നേരെ അട്ടിമറിക്കാനാണ് പരിശ്രമങ്ങൾ നടക്കുന്നത്. ഇന്നലെ ഒരു സഹോദരൻ ഒരു വീഡിയോ അയച്ചു തന്നത് CM-ന്റെ പേരിലുള്ള ഒരു വീഡിയോ. ഒരു ഉസ്താദ് ഒരു മുസ്ലിയാരിൽ പറയണം, ജീവിതത്തിൽ ആരെങ്കിലും എന്നെ നേർക്കുനേർ ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോകേണ്ടി വരില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയെ വിളിച്ച് പറയുന്നൊരു ഉപദേശത്തെ, മോളെ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്ന് നീ നിന്റെ തടിയെ സൂക്ഷിച്ചോ. മടിയിലിട്ട് വളർത്തി ഓമ്പലിച്ച് വളർത്തിയ മോള പറഞ്ഞത്, നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ സൂക്ഷിച്ചോ. ഒരു സെക്കൻഡ് CM-ന് ഭൂമിലോകം ദർശിച്ചത് അവർ മുസ്ലിം ആകണമെന്ന് പോലുമില്ല. ആരായാലും അവൻ നരകത്തിൽ പോകൂല. എന്നിട്ട് എന്താ തെളിവ്? അദ്ദേഹത്തിന് പറഞ്ഞിക്കണമെന്ന് വേറെ ഏതോ ഒരു ചങ്ങായി എഴുതി വെച്ചത്. എത്ര ദുർബലമാണ് തെളിവ്, എത്ര ദുർബലമാണ് പ്രസ്താവന. ഇസ്ലാമിന്റെ വിഷയത്തിൽ പ്രമാണമായിക്കൊണ്ടൊരു കാര്യം പറയുന്നത് പരിശുദ്ധ ഖുർആനായിരിക്കണം. ഒന്നാമത്തെ പ്രമാണം ഖുർആനായിരിക്കണം. ആ ഖുർആനിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി എന്താണോ പറഞ്ഞു വന്നത് എന്ന് നോക്കണം. അതാണ് രണ്ടാമതായിട്ട് പ്രമാണം തെളിയുമ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ നോക്കണം എന്ന് പറയുന്നത്. ആ സുന്നത്തും പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിലേക്ക് നമുക്ക് വിടുന്ന തരത്തിൽ ഒരു കാര്യം മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെയാണ് ഖിയാസും ഇജ്മാഉം വരുന്നത്. ഖിയാസും ഇജ്മാഉം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനേ അല്ല. ഈ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തിൽ നിന്നും തന്നെ ലഭിക്കുന്ന കാര്യങ്ങളെ ഖിയാസ് ചെയ്യുക. അഥവാ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കള്ള് കുടിക്കരുത്, അതാണ് ഹറാമായിട്ട് പറഞ്ഞത്. കള്ള് കുടിക്കരുത്. അപ്പൊ കഞ്ചാവ് അടിക്കാൻ പറ്റുമോ? കള്ള് കുടിക്കൽ, ഇത് വലിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ കഞ്ചാവും പറ്റൂല. എന്താ തെളിവ്? കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാവും, ബുദ്ധി മറന്നു പോകും, ബുദ്ധി കേട് വരും. അപ്പൊ കഞ്ചാവ് അടിച്ചാലോ അതന്നെയാണ്. അപ്പൊ അത് ഹറാമാണ്. അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് വലിക്കുന്നുണ്ട്. അപ്പൊ അതുമല്ലോ പറയാൻ പേടിയാണ് ഇപ്പൊ. കാരണം എന്താ അറിയാം, ഇങ്ങനെ കേൾക്കുന്ന കുട്ടികളെ വീണ്ടും ചിലപ്പോൾ തെരഞ്ഞു പോകും. അതുകൊണ്ട് പറയാൻ തന്നെ പേടിയാ. വളരെ ഒരു സ്മെല്ലോ മറ്റൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു സ്റ്റിക്കർ നാവ് പൊട്ടിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞിട്ട് ഓരോ പേരെ തിരിച്ചു വരവില്ല. അത് ഒട്ടിക്കുന്നതോടുകൂടി ഓരോ പേരെ തിരിച്ചു വരില്ല. പിന്നെ പോയി വീട്ടിൽ നിന്ന് പോയി, നാട്ടിൽ നിന്ന് പോയി, കുടുംബത്തിൽ നിന്ന് പോയി, അവര് തന്നെ പൊരുത്തപ്പെടും. അപ്പൊ ഇത് ഹറാമാണോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് അതെ ഒക്കെ ഈ തരത്തിലുള്ള ബുദ്ധി നശിക്കുന്ന, അപകടമുണ്ടാക്കുന്ന, തനിക്കും തന്റെ കുടുംബത്തിനും ശല്യമാകുന്ന എന്തൊക്കെ ലഹരിയുണ്ടോ അത് മുഴുവൻ ഹറാമാണെന്ന് പറയാൻ ഖിയാസ് ചെയ്ത് ഇതിനെ തന്നെ സ്ഥാപിക്കുന്നതിനാണ് ഖിയാസ് എന്ന് പറയാം. ആ ഖിയാസ് ഇജ്മാഅ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു കാര്യം നിർദ്ദേശിക്കുകയും ചെയ്താൽ അത് പ്രമാണങ്ങളായി. അതല്ലാതെ ഏതോ ഒരു മൊയ്ലിയരും വേറൊരു മൊയ്ലിയറെ പേരിൽ എഴുതി വെച്ചതൊക്കെ തെളിവായി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഖുർആനിൽ പോയി പുറത്തുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ അതിന്റെ 45-ാമത്തെ ആയത്തിൽ ഒരു കാര്യം കൂടി പറയുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താം. നിങ്ങൾ സൂറത്തുൽ സുമറിനെ ഒന്ന് കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം നൽകുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആ പരിശുദ്ധ ഖുർആൻ
നാളെ ഖബറിലും നാളെ മഹ്ശറിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا أجر والدنا من النار. ഇന്ന് രാവിലെ ഇവിടെ പള്ളിയിലേക്ക് നേരത്തെ എത്തിയപ്പോൾ സാധാരണ ഇവിടെ പള്ളിയിൽ ആ ഭാഗത്ത് ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് മരുന്നരക്ക്. നെടുകേരി എപ്പോഴും അവിടെ ഉണ്ടാവും. ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കണ്ടില്ല. അപ്പൊ ചോദിക്കാൻ നിൽക്കുക മരക്കാരൊക്കെ എവിടെയാണ്. അപ്പോഴാണ് നമ്മുടെ സഹോദരൻ പറഞ്ഞത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് സംബന്ധമായ ഒരു പ്രയാസം ഉണ്ടായിട്ട് ആശുപത്രിയിലാണ്, മിംസിലാണ്. അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് അവിടെ നൽകുന്ന ചികിത്സ അദ്ദേഹത്തിന് എളുപ്പമായി അല്ലാഹു സഹായിക്കുമാറാവട്ടെ. പരിപൂർണ്ണ ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ രോഗം ശിഫയായി തന്റെ കുടുംബത്തിലേക്കും നമ്മുടെ പള്ളിയിലേക്കും ഒക്കെ സജീവമായി ആരാധനയിലേക്ക് തിരിച്ചു ആരോഗ്യത്തോടുകൂടി അല്ലാഹു അദ്ദേഹത്തെ എത്തിക്കുമാറാവട്ടെ. അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ അവരുടെ ശരീരത്തിൽ നിന്ന് പരിപൂർണമായി ആ രോഗങ്ങളൊക്കെയും ശിഫയായി സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.